ഇപ്പോൾ വാളറയിൽ വെച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ ദേവികുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സമരം നടക്കുന്നത്. ശയന പ്രദക്ഷിണമാണ് നടത്തുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും പ്രാദേശിക നേതാക്കളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ശയന പ്രദക്ഷിണ സമരമാണ് ഇവിടെ നടത്തുന്നത്. വാളറയിലാണ് നടത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഈ ദേശീയപാത 85ന്റെ നിർമ്മാണ പ്രവർത്തികളാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലായിട്ടുള്ളത്. ആ പ്രതിസന്ധിക്ക് കാരണം കേരള സർക്കാരാണെന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് ഇവിടെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അടിമാലി പഞ്ചായത്തും അതോടൊപ്പം തന്നെ വെള്ളത്തൂവൽ, പള്ളിവാസൽ 3 പഞ്ചായത്തുകളിലാണ് ഇന്ന് UDFന്റെ ഹർത്താൽ ഉള്ളത്. അതേസമയം LDFും ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. LDF അടിമാലി പഞ്ചായത്തിലാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും സമരമാണ് നടക്കുന്നത്. വാളറയിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ശയന പ്രദക്ഷിണം നടത്തിക്കൊണ്ടുള്ള സമരം നടത്തുകയാണ്. രാവിലെ മുതൽ തന്നെ നേര്യമംഗലം മുതൽ അടിമാലി വരെയുള്ള മിക്കയിടങ്ങളിലും വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയിരുന്നു. ഈ നിർമ്മാണ പ്രവർത്തികൾ സുഗമമായി നടക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. രാഷ്ട്രീയ പ്രതിവാദങ്ങൾ നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ കോൺഗ്രസ് UDF LDFിനെ അതോടൊപ്പം LDF UDFിനെ കുറ്റപ്പെടുത്തിയുള്ള രാഷ്ട്രീയ പ്രതിവാദങ്ങൾ നടക്കുന്നു. അതിനിടെ BJPയുടെ നേതാവ് ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നു. ആ ഹർജിയുടെ പേരിലാണ് ഇപ്പോൾ അനധികൃതമായി മനം മുറിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ നടപടിയെടുക്കണം. എന്താണ് നടപടി എടുത്തത് സർക്കാർ എന്നുള്ള ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തിങ്കളാഴ്ച ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ സമർപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇതിൽ ഒരു സുഗമമായ നടത്തിപ്പ് ഉണ്ടായില്ല എങ്കിൽ തുടർന്നും സമരകോലാഹലങ്ങൾ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. വിവിധ പാർട്ടികൾ, പ്രതിപക്ഷവും ഭരണപക്ഷവും അടക്കമുള്ള ആളുകൾ ഇതിൽ രംഗത്തുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. സർക്കാരിനെ കുറ്റപ്പെടുത്തിയാണ് UDF രംഗത്തെത്തിയിട്ടുള്ളത്. ചീഫ് സെക്രട്ടറി മലക്കം പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോടതി വിധി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് UDFന്റെ ആരോപണം. ഇന്നലെ ഡീൻ കുര്യാക്കോസ് MP ആണ് അത്തരത്തിലുള്ളൊരു വാദം ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അത് പറയുകയും ചെയ്തു. എന്നാൽ LDF പ്രവർത്തകർ പറയുന്നത് ഇത് UDFിൽ അല്ലെങ്കിൽ MP ഡീൻ കുര്യാക്കോസിന് പറ്റിയ ഒരു അബദ്ധത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഇത് വനഭൂമിയാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. NCP മന്ത്രി രാജിവെക്കൂ, പുറത്തു പോകൂ.